നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടാണ് മുൻ സ്റ്റാർ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ ദിവസങ്ങൾക്ക് മുൻപ് IPL-ൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ട് പുതിയൊരു തട്ടകത്തിലേക്ക് അദ്ദേഹം മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയായിരുന്നു ഈ സർപ്രൈസ് തീരുമാനം. അശ്വിന്റെ പാത പിന്തുടർന്ന് വേറെയും ചില വമ്പൻ വെറ്ററന്മാർ അടുത്ത സീസണിന് മുൻപ് തന്നെ വിരമിച്ചേക്കും. അടുത്ത വർഷത്തെ IPL-ൽ കാണാനിടയില്ലാത്ത ഈ താരങ്ങൾ ആരൊക്കെയാവുമെന്ന് നമുക്ക് പരിശോധിക്കാം. സൗത്ത് ആഫ്രിക്കയുടെയും റോയൽ ചാലഞ്ചേഴ്സിന്റെയുമെല്ലാം മുൻ ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ ഫാഫ് ഡുപ്ലസിയാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. കുറച്ച് സീസണുകൾക്ക് മുൻപ് വരെ IPL-ൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ബാറ്ററായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ഡുപ്ലസിയുടെ പ്രകടനത്തിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. 2024 മുതലെടുത്താൽ 2 സീസണുകളിലായി 26.7 എന്ന മോശം ശരാശരിയിൽ 640 റൺസ് മാത്രമേ വെറ്ററൻ താരം നേടിയിട്ടുള്ളൂ. കഴിഞ്ഞ മെഗാലേലത്തിൽ അടിസ്ഥാന വിലയായ വെറും 2 കോടി രൂപ മാത്രമാണ് ഡുപ്ലസിക്കായി ഡൽഹി ക്യാപിറ്റൽസിന് മുടക്കേണ്ടി വന്നുള്ളൂ. മറ്റൊരു ടീമും അദ്ദേഹത്തിനായി താൽപര്യം കാണിച്ചതുമില്ല. BCയിലും ഡുപ്ലസി തികഞ്ഞ പരാജയമായി. 123.93 സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്തത് വെറും 202 റൺസ് മാത്രം. ഇത് പരിഗണിക്കുമ്പോൾ വരും സീസണിൽ DC ഒഴിവാക്കുന്നവരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും പ്രതീക്ഷിക്കാം. വളരെ മോശം ഫോമും പ്രായവുമെല്ലാം 41 വയസ്സ് പരിഗണിക്കുമ്പോൾ ലേലത്തിൽ ഡുപ്ലസിക്കായി ഒരു ടീമും രംഗത്തിറങ്ങാനും സാധ്യതയില്ല. ഇവയെല്ലാം പരിഗണിച്ച് അദ്ദേഹം വിരമിക്കലും പ്രഖ്യാപിച്ചേക്കും. ഇന്ത്യയുടെ മുൻ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റും വെറ്ററൻ ഫാസ്റ്റ് ബൌളറുമായ ഇഷാന്ത് ശർമ്മയാണ് IPL നിർത്താനിടയുള്ളവരുടെ ലിസ്റ്റിലെ രണ്ടാമത്തൊരാൾ. കഴിഞ്ഞ ലേലത്തിൽ അടിസ്ഥാന വിലയായ 75 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം ശുഭ്മൻ ഗിൽ നായകനായ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം ചേർന്നത്. പക്ഷെ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ വലങ്കയ്യൻ ഫാസ്റ്റ് ബൌളർക്കായില്ല. 11.18 ഇക്കോണമി റേറ്റിൽ വീഴ്ത്തിയത് 4 വിക്കറ്റുകൾ മാത്രം. മോശം ഫോം മാത്രമല്ല, 36-കാരനായ ഫിറ്റ്നസ് നിലവാരവും പരിതാപകരമാണെന്ന് പറയേണ്ടിവരും. പ്രത്യേകിച്ചും GTയുടെ ഹോം മാച്ചുകളിൽ ഇഷാന്ത് പലപ്പോഴും തളർന്ന് അവശനായി കാണപ്പെട്ടിരുന്നു. അടുത്ത ലേലത്തിനു മുൻപ് അദ്ദേഹത്തെ GT കൈവിടാൻ തന്നെയാണ് സാധ്യത. ഇനി ലേലത്തിൽ വന്നാലും ഇഷാന്തിനെ ഒരു ടീമും വാങ്ങാനും സാധ്യതയില്ല. അതിനാൽ വിരമിക്കലാവും അദ്ദേഹത്തിന് ബെസ്റ്റ് ഓപ്ഷൻ. ഓസ്ട്രേലിയൻ സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലാണ് IPL-ന് മുൻപ് വിരമിച്ചേക്കാവുന്നവരുടെ ലിസ്റ്റിലെ മൂന്നാമൻ. ഒരു സമയത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ ഗെയിം ചേഞ്ചർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ഒട്ടും തന്നെ സ്ഥിരതയില്ലാത്ത, വല്ലപ്പോഴും മാത്രം ഒരു നല്ല ഇന്നിംഗ്സ് കളിച്ചു കാണാറുള്ള വെറും ശരാശരി താരമായി മാക്സി മാറിയിരിക്കുകയാണ്. 2024 സീസൺ മുതലാണ് അദ്ദേഹത്തിന്റെ IPL ഗ്രാഫ് കുത്തനെ താഴേക്ക് പോകാൻ തുടങ്ങിയത്. 2 സീസണുകളിലായി 15 ഇന്നിംഗ്സുകളിൽ നിന്നും 6.67 എന്ന അതിദയനീയ ശരാശരിയിൽ നേടിയത് വെറും 100 റൺസ് മാത്രമാണ്. മോശം ഫോം മാത്രമല്ല, പരിക്കുകളും ഇടയ്ക്ക് മാക്സിക്ക് വില്ലനായെത്തുകയും ചെയ്തു. അവസാന സീസണിൽ പഞ്ചാബ് കിങ്സിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ബാറ്റിംഗിൽ വൻ ശോകമായ മാക്സി പിന്നീട് പരിക്ക് കാരണം സീസണിന്റെ പകുതിയോടെ പിന്മാറുകയും ചെയ്തു. ഒരുപക്ഷേ പഞ്ചാബ് ആഗ്രഹിച്ചതും ഇതുതന്നെയായിരിക്കും. വീണ്ടും ഒരു സീസണിൽ പഞ്ചാബിലോ IPL-ലോ അദ്ദേഹത്തെ ഇനി കാണാനും സാധ്യതയില്ല.